ഇന്നത്തെ റെസിപ്പി 2 തരം തോരനാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. സദ്യയിൽ നമ്മൾ ഇത് രണ്ടും മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീൻസ് തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ആ ഒരു നാരൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു തേങ്ങ ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീൻസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാക്കൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സദ്യ സ്റ്റൈൽ നമ്മുടെ ഈ ഒരു ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാബേജ് തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തോളം നമ്മൾ കടുകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പകുതി കാബേജാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് മഞ്ഞളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 2 തോരനാണ് ഞാനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. രണ്ടിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്